ഈ ചിരട്ട കൊണ്ടിട്ടല്ലോ ഇതുപോലെ നിങ്ങളൊന്ന് പല്ല് തേച്ച് നോക്കട്ടോ. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ പല്ലിലെ മഞ്ഞക്കറ മാറാനൊക്കെ ആയിട്ടും പല്ലിൽ മോണപ്പഴുപ്പും അതുപോലെ മോണയിലൊക്കെ വരുന്ന ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പല്ലിൽ വരുന്ന ഇൻഫെക്ഷനൊക്കെയും അത് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ മുറുക്കാനൊക്കെ ചവയ്ക്കുന്ന ആളുകളുടെയൊക്കെ പല്ലിൽ മഞ്ഞക്കറയൊക്കെ ഉണ്ടല്ലോ ഒറ്റ ദിവസം കൊണ്ട് മാറി കിട്ടും. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ പല്ലിനൊക്കെ നല്ല നിറം കിട്ടും കേട്ടോ, വെള്ള കളർ ഇട്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിൽ ഈ ഒരു ചിരട്ട ഉണ്ടാവില്ലേ, അപ്പോൾ അടുപ്പിൽ തീ കത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ചിരട്ട ഫുള്ള് വേണമെങ്കിൽ കത്തിച്ചെടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ മിക്കവരൊക്കെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുന്ന ആളുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർ ചെറിയൊരു കഷ്ണം ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഗ്യാസിൻ്റെ ചുവട്ടിൽ നിങ്ങൾ കത്തിച്ച്, കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, അറിയാലോ ഗ്യാസാണ്. അപ്പം നിങ്ങൾ വെളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ചിരട്ട കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഞാനത് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് തന്നെ കത്തിച്ചെടുത്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് കരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ അടുപ്പിലൊക്കെ തീ കത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ചിരട്ട നിങ്ങൾ കൂടുതൽ 1-2 ചിരട്ടയൊക്കെ എടുത്തിട്ട് കരിച്ച് പൊടിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ പൊടി കിട്ടും കേട്ടോ. ഈ ചിരട്ടക്കരിക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്, എന്നാണെന്നറിയാമോ? നമ്മുടെ പല്ലിലൊക്കെ വരുന്ന മഞ്ഞക്കറ കളയാനായിട്ടും ഈ പല്ലിൽ വരുന്നതിൻ്റെ ഒരു കറ പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ വലിച്ചെടുക്കാനുള്ളതിൻ്റെ ഒരു പ്രത്യേക കഴിവുണ്ട് ഈ ഒരു ചാർക്കോളിന് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് 2-3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില ആളുകളിലൊക്കെ പല്ലിലെ മോണപഴുപ്പും അതുപോലെ തന്നെ മോണയിലൊക്കെ ഇൻഫെക്ഷനൊക്കെ വരത്തില്ലേ, ഈ ബ്ലഡൊക്കെ വരുന്നില്ലേ മോണയിൽ കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇൻഫെക്ഷൻ മാറാനൊക്കെ ആയിട്ടും പല്ല് വേദന മാറാനൊക്കെ ആയിട്ടും നമ്മൾ ഈ ചിരട്ട പൊടിക്കില്ലേ, ആ ചിരട്ട കത്തിച്ച് പൊടിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിലേക്ക് 2-3 ഗ്രാമ്പും കൂടെ ഇട്ടിട്ട് വേണം കേട്ടോ അത് പൊടിക്കാനായിട്ട്. നല്ല മണമായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഈ പൊടിച്ചെടുക്കുമ്പം ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കാണുന്ന പല്ല് തേക്കാൻ കൊടുക്കണമെങ്കിൽ ഈ മോണ മുറിയും. അപ്പം നല്ല രീതിയിൽ തന്നെ പൊടിച്ച് നല്ല തരി പോലെ ഒട്ടും തന്നെ തരി ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ അങ്ങോട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ, അപ്പോൾ വീട്ടിലേക്ക് 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ ആർക്കൊക്കെ എല്ലാവർക്കും തേക്കണം എന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ എടുക്കാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 ട്രിപ്പായിട്ട് വേണമെങ്കിൽ എല്ലാവർക്കും ആയിട്ടൊക്കെ എടുക്കണമെങ്കിൽ ഇത് കുറച്ച് വീതം ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല കറുത്ത ഒരു മുറുക്കം കറിയൊക്കെ ഉണ്ടെങ്കിൽ 2 ദിവസം അടുപ്പിച്ച് തേക്കണം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ കുറച്ച് വീതം എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു കുറച്ച് ചിരട്ടക്കരി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മോണയിൽ വരുന്ന നീർക്കെട്ട് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് ഈ ഒരു ഉപ്പ്, ഇൻഫെക്ഷൻ മാറാനൊക്കെ ആയിട്ട് ഉപ്പ് നല്ലതാണ്. അപ്പം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ആസിഡ് ഗുണമുള്ള ഒന്നാണ് ഈ ഒരു നാരങ്ങ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുനാരങ്ങ എടുക്കുമ്പം കുറച്ചൊരു 3-4 തുള്ളി വരാവുന്ന രീതിയിലുള്ള എൻ്റെ ചെറുനാരങ്ങയുടെ നീരെടുക്കാവുള്ളൂ. ഒരുപാട് ചെറുനാരങ്ങയുടെ നീര്, അതല്ല ചില ആളുകൾ ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡ ഇന്ന് ചേർക്കരുത്. അതിന് പകരമായിട്ട് 2-3 തുള്ളി ചെറുനാരങ്ങയുടെ നീരാണ് ഇട്ടിക്കുന്നതെങ്കിൽ നമ്മുടെ പല്ലിൽ ഇനാമലും നഷ്ടപ്പെടാതിരിക്കും. ചില ആളുകൾ ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു ചെറുനാരങ്ങയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഒരുപാട് ചേർക്കോ വേണ്ട, 2-3 തുള്ളി മാത്രമായിട്ട് ചേർക്കാവുള്ളൂ. അപ്പം അതങ്ങനെ ശ്രദ്ധിക്കണേ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന പേസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേസ്റ്റ്, നിങ്ങൾ ഏതാണോ പല്ല് തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേസ്റ്റ് എടുക്കാം. ഇന്ന കമ്പനിന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾക്കൊരു നുള്ള പേസ്റ്റ്, അതായത് ഇതുപോലെ ആ ഒരു നാരങ്ങ നീരും ഉപ്പും ചിരട്ടകരിയും കൂടി എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു നുള്ള പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ എന്തുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഞെരടി ഇതുപോലെ ഒന്ന് കൂട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ബ്രഷ് നനച്ചെടുക്കണം കേട്ടോ. ആദ്യം ഒന്ന് ബ്രഷ് നനച്ചിട്ട് ആ നനച്ച ബ്രഷിലേക്ക് ഇത് നമുക്ക് തൂത്ത് കൊടുത്തിട്ട് നിങ്ങൾ പല്ല് തേക്കുക കേട്ടോ. അപ്പോൾ മോണപ്പഴുപ്പൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുൻപ് ഇതിങ്ങനെ പല്ല് തേച്ചിട്ട് കിടക്കുകയാണെങ്കിൽ മോണപ്പഴുപ്പൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മാറും കേട്ടോ. അതുപോലെ പല്ല് ഇൻഫെക്ഷനും മഞ്ഞക്കറയും അതിനിപ്പോൾ മുറുക്കാൻ ചവച്ചേക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മഞ്ഞക്കറം പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ. പിന്നെ അതല്ലാണ്ട് കുട്ടികൾക്കൊക്കെ ഒഴിവ് ദിവസങ്ങളിൽ നിങ്ങൾ അമ്മമാർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ മഞ്ഞ കളറുള്ള പല്ലൊക്കെ നല്ല വെട്ടി തിളങ്ങും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ കാണാം. ബൈ.